നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ 17 പുതുമുഖങ്ങൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് 17 പുതുമുഖങ്ങൾ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രി വീണ ജോർജിനെ ക്ഷണിതാവാക്കി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. ഇനി സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന വ്യക്തതയുണ്ടോ ശരത്ത്? ഒരിക്കൽ കൂടി സെക്രട്ടേറിയറ്റ് പാർട്ടിയുടെ പുതിയ സെക്രട്ടേറിയറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ വല്ലതുമുണ്ടോ? ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായും ഇപ്പോൾ നമുക്ക് അതേക്കുറിച്ചൊരു ഊഹാപോഹം നൽകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് തന്നെ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. ആ വിവരം വന്നാൽ അത് നൽകാം. പക്ഷേ സാധാരണ നിലയ്ക്ക് സംസ്ഥാന സെക്രട്ടറിനെ തെരഞ്ഞെടുക്കുന്ന പതിവില്ല എന്ന് പറയാം. പക്ഷേ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അങ്ങനെ തിരഞ്ഞെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു സാധ്യത പൊതുവെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ മാത്രമേ അതേക്കുറിച്ച് പറയാനാകൂ. എന്താണ് അതിനകത്ത് CPM എടുക്കുന്ന തീരുമാനം? ഇനിയിപ്പോ പുതിയ സംസ്ഥാന സമിതി ചേർന്ന് ആ സംസ്ഥാന സമിതിയിലാണ് സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിലവിൽ MP ഗോവിന്ദൻ മാസ്റ്ററാണ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നത്. പുതിയ സെക്രട്ടറി ആരാകും എന്നത് തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ പുതിയ സംസ്ഥാന സമിതി ചേരുമ്പോഴാണ്. സംസ്ഥാന സമിതിയിലേക്ക് അതിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റികളും സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഈ പുതിയ സംസ്ഥാന സമിതിയിലാണ് സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക. അതാണ് ഇനി അടുത്തതായി വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം. ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുക്കുമോ എന്നതും ഒരു ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നു. സിജു പറഞ്ഞതുപോലെ അത്തരം വിവരങ്ങൾ ആധികാരികമായി സ്ഥിരീകരിച്ച് തന്നെ പ്രേക്ഷകരോട് പറയേണ്ടതാണ്. തൽക്കാലം കാത്തിരിക്കാം. ശരി, ശരത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിനുള്ള പ്രതിനിധികളെ അടക്കം തെരഞ്ഞെടുത്തിരിക്കുന്നു. പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 17 പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തി 89 അംഗ പുതിയ സംസ്ഥാന കമ്മിറ്റിയാണ് കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി പുതിയ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആരെന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത്. വൈകുന്നേരം നടക്കുന്ന മഹാറാലി, ആ മഹാറാലിയിലേക്കാണ് കേരളത്തിൻ്റെ കണ്ണും മനസ്സും ഇപ്പോൾ നട്ടിരിക്കുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ 89 അംഗ സംസ്ഥാന കമ്മിറ്റിയെ കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയെ അല്പസമയത്തിനകം അറിയാം. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തി മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും പുതിയ സംസ്ഥാന സെക്രട്ടറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകുന്നേരം നടക്കുന്ന മഹാറാലിയിൽ 2 ലക്ഷം പേർ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ 25,000 പേർ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ച് ഉണ്ടാകും. അതിനുശേഷം നടക്കുന്ന ആശ്രാമത്ത് സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രകാശ് കാരാട്ടും പിണറായി വിജയനും അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ആ 4 ദിവസമായി ചേർന്ന സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കുമ്പോൾ സമരപുളകങ്ങൾ രചിച്ച കൊല്ലത്തിൻ്റെ മണ്ണിൽ സ്മരണകൾ ഇരമ്പുന്ന ഇപ്പോൾ പുതിയ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തുടരും. ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ തന്നെ, MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയായി തുടരും. കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു.